അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾക്കും സുഖം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സോഫ്റ്റ് ആയിട്ടുള്ള, അതും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള കിടിലൻ ഐറ്റം ആണ്. എപ്പോഴും ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുത്തെങ്കിൽ ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഇനി ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ. ഇതിനു വേണ്ടി ഞാനിവിടെ 1 കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്. തലേ ദിവസത്തെ ചോറാണ്. ഇനി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചോറിട്ട് കൊടുത്തിട്ട് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല നൈസായിട്ട് തരികളൊന്നും ഇല്ലാതെ തന്നെ അരച്ചെടുക്കണം. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 കപ്പ് ഗോതമ്പ് മാവാണ്. ഇനി ഇത് നമുക്കൊന്ന് നന്നായി മിക്സ് ആക്കി എടുക്കാം. ഇതിൽ ചോറ് അരച്ച് ചേർത്തത് കൊണ്ട് തന്നെ മാവ് പെട്ടെന്ന് റെഡിയായി കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ മാവ് കിട്ടും ട്ടോ. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ ഹാർഡായിട്ട് കുഴക്കേണ്ടതില്ല. ജസ്റ്റ് ഒന്ന് കുഴച്ചു കൊടുക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഇത് ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇത് ചെറുതായി കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നത് കൊണ്ട് തന്നെ കയ്യിൽ കുറച്ച് ഓയിലാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കി എടുക്കാം. ചോറ് ചേർത്തത് കൊണ്ട് തന്നെ മാവ് നല്ല സോഫ്റ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉരുളകളാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാ എല്ലാം ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മുട്ട കൂടി വേണം. 2 കപ്പ് ഗോതമ്പ് മാവ് എടുത്തത് കൊണ്ടാണ് 2 മുട്ട എടുക്കുന്നത്. 1 കപ്പ് ഗോതമ്പ് മാവിന് 1 മുട്ട മതിയാകും. ഇനിയിപ്പോൾ ഇതാ ഇവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ പച്ചമുളക്, സവാള, മല്ലിയിലയും ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കണം. ഇനി ഈ മുട്ടയുടെ മിക്സ് അങ്ങോട്ട് മാറ്റി വെക്കാം. ശേഷം നമുക്ക് ഓരോ ഉരുളയെടുത്ത് പരത്തിയെടുക്കണം. ഗോതമ്പ് മാവ് ഇട്ട് കൊടുത്താണ് ഞാൻ പരത്തിയെടുക്കുന്നത്. നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ പരത്തിയെടുക്കണം എന്നൊന്നുമില്ല. ഇത് ചപ്പാത്തിക്കൊക്കെ പരത്തുന്നത് പോലെ റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കണം എന്നില്ല. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ പരത്തിയെടുക്കാൻ പറ്റുന്നത് ആ ഷേപ്പിൽ പരത്തിയെടുത്താൽ മതി. ഇനി ഇതൊരു കത്തി വെച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. രാവിലൊക്കെ ഇതുപോലെ ആക്കി കൊടുത്താൽ നമുക്ക് പണിയിലും എളുപ്പമായി, അതുപോലെ കഴിക്കുന്നവർ നല്ല ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും. ശേഷം ഇതിന് മുകളിലായി വീണ്ടും ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കാം. ഗോതമ്പ് മാവ് ഇങ്ങനെ ആക്കി കൊടുത്ത ശേഷം ഇതുപോലെ മടക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കൈകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ അത് അവിടെ ഒട്ടി നിൽക്കൂട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പരത്തി കൊടുത്ത ശേഷം മുകളിൽ ഗീ തടവിക്കൊടുത്ത് മടക്കിയെടുത്താൽ മതി. കുട്ടികൾക്കൊക്കെ അങ്ങനെ തന്നെ കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോ ഇവിടെ ഗീ ഒന്നും ഇല്ലാതെ തന്നെയാണ് ആക്കിയെടുക്കുന്നത്. ഇങ്ങനെ മടക്കിയെടുത്ത ശേഷം നമുക്ക് വീണ്ടും ഒന്ന് പരത്തിയെടുക്കാം. അധികം കട്ടിയോടെയോ തിന്നായിട്ടോ പരത്താൻ പാടില്ല. ഈ ഒരു കനത്തിൽ പരത്തിയെടുത്താൽ മതി. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെയാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ കലക്കി വെച്ച മുട്ടയിൽ ഇത് നല്ലതുപോലെ കോട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായ ശേഷം ഇതിലേക്ക് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച മുട്ടയുടെ മിക്സിൽ ഓരോന്നും മുക്കിയിട്ട് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഓയിൽ പറ്റാത്തവരാണെങ്കിൽ ഓയിൽ ഇല്ലാതെ തന്നെ നോൺ സ്റ്റിക്കിന്റെ പാനിലിട്ട് ചുട്ടെടുക്കാവുന്നതാണ്. ഇതാ ഇതുപോലെ പാനിലിട്ട് കൊടുത്ത് പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായി ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് നല്ലതുപോലെ തന്നെ വീർത്ത് പൊങ്ങി വരും. ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാം. നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. ഇതിന് നമുക്ക് പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ നമുക്കിത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ.
കറിയില്ലാതെ കൊടുത്താലും കുട്ടികൾ നല്ലോണം കഴിച്ചോളും. നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. എപ്പോഴും ചപ്പാത്തിയൊക്കെ തിന്ന് മടുത്ത് കാണും നമ്മുടെ മക്കളും വീട്ടുകാരും. അപ്പോൾ അവർക്ക് വെറൈറ്റി ആയി ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. ഇത് പിറ്റേ ദിവസം ആയാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഉണ്ടാവുക. ചപ്പാത്തി ഉണ്ടാക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. അപ്പൊ വീഡിയോ മുഴുവനായി കണ്ടിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഹൈപ്പ് എന്നൊരു പുതിയ ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്, എല്ലാവരും അതുകൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നെക്സ്റ്റ് ഒരു ന്യൂ വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.